ടെൽ അവീവിൽ ആക്രമണം നടത്തി ഹൂതി തീവ്രവാദികൾ. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഡ്രോൺ ആക്രമണമാണ് നടന്നത്. ഇസ്രായേലിലെ അമേരിക്കൻ എംബസിയുടെ കെട്ടിടത്തോട് ചേർന്ന ഫ്ളാറ്റുകളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ വാണിജ്യ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് യമനിലെ ഹൂതി തീവ്രവാദികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇറാനിയൻ നിർമ്മിത ഡ്രോണാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. US എംബസിയുടെ ശാഖാ കെട്ടിടത്തോട് ചേർന്ന ഫ്ളാറ്റുകളിലേക്കാണ് ആക്രമണം നടത്തിയത്. ആക്രമണം ഇസ്രായേലി പ്രതിരോധ വൃത്തങ്ങളെ ഞെട്ടിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രായേലിൽ നിന്ന് 1600 കിലോമീറ്റർ അകലെയാണ് യമൻ. മുൻപും ഹൂതികൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിടാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. സ്ഫോടന ശബ്ദം കിലോമീറ്ററുകൾ അകലെ വരെ കേട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ നിർമ്മിത ഡ്രോൺ ദീർഘദൂര ആക്രമണത്തിനായി നവീകരിച്ചതാണെന്നാണ് സംശയിക്കുന്നത്. ഡ്രോൺ വരുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിലും വെടിവെച്ചിടാൻ കഴിയാതിരുന്നത് പിഴവാണെന്ന് ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതായും ഇസ്രായേലി വ്യോമസേന അറിയിച്ചു. അതേസമയം പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതി വക്താവ് യഹിയ സാരി പറഞ്ഞു. ഇസ്രായേലിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ടെൽ അവീവ് ആയിരിക്കും പ്രധാന ലക്ഷ്യമെന്നും യഹിയ സാരി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.